ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ഗൗരി എന്ന് പറഞ്ഞ 19 വയസ്സുള്ള ഒരു പെണ്ണെ അതിക്രൂരമായി കൊന്ന കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഈ സംഭവം നടക്കുന്നത് 2015 ഫെബ്രുവരി 3-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ന്യൂഡൽഹിയിൽ, സൗത്ത് ഡൽഹിയിലാണ്. അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ലോയറായിട്ടാണ് ഗൗരി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എന്നത്തെ പോലെ ഉണ്ടെങ്കിൽ രാവിലെ തന്നെ യൂണിവേഴ്സിറ്റി പോയിട്ട് 6 മണിയായിട്ട് തിരിച്ചു വരാൻ നിൽക്കുന്ന ഒരു സമയമാണ്. സോ അച്ഛനുണ്ടെങ്കിൽ വീട്ടിൽ കാത്തിരിക്കുന്നു. പക്ഷേ മോൾ 6 മണിയായിട്ട് വീട്ടിൽ തിരിച്ചൊന്നും വരുന്നില്ല. കുറേ നേരം വിളിച്ചു പോകുന്നു, പക്ഷേ റെസ്പോണ്ടൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വിളിച്ചു നോക്കിയപ്പോൾ ഒരു ആണാണ് ഫോൺ എടുക്കുന്നത്. ആണ് പറയുന്നുണ്ട്, ഞാൻ ഗൗരിയുടെ ഫ്രണ്ടാണ്, ഞങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക, 1 മണിക്കൂറിനുള്ളിൽ അവിടെ വരുമെന്ന് പറയുന്നുണ്ട്. സോ അപ്പോൾ മോള് ഫ്രണ്ടിൻ്റെ കൂടെ എന്ന് വിചാരിച്ചിട്ട് വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിച്ചു നോക്കുമ്പോഴത്തേക്ക് പിന്നെ റെസ്പോണ്ടൊന്നും ഇല്ല. ആ സമയത്തുണ്ടെങ്കിൽ അയാൾക്ക് ഭയങ്കര ടെൻഷനായി. പിന്നെ അയാൾ വിളിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് പിന്നെ ഈ ഫ്രണ്ട് തന്നെ എടുത്തിട്ട് പറയുകയാണ്, ഞങ്ങൾ വരുന്ന സമയത്ത് ഗൗരിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി, അതുകൊണ്ട് ഞങ്ങൾ ആശുപത്രിയിലോട്ട് പോവുകയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ ഇയാൾക്ക് ഭയങ്കരമായിട്ട് ഒരു ടെൻഷൻ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അടുത്ത് തന്നെ അയാൾ ചെയ്തതെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്, തൻ്റെ മോളിങ്ങനെ മിസ്സിങ് ആണെന്നുള്ള കാര്യം. ആ സമയത്ത് പോലീസുകാർ പറഞ്ഞു ഇതൊക്കെ നോർമലായിട്ടുള്ള കാര്യമാണ്, അവളുണ്ടെങ്കിൽ കാമുവിൻ്റെ കൂടെ അങ്ങനെ കറങ്ങുകയായിരിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അച്ഛനുണ്ടെങ്കിൽ പറയുന്നില്ല, എൻ്റെ മോളുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറയുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ പോലീസുകാർ പറയുന്നുണ്ട് ചില സമയങ്ങളിൽ അങ്ങനെ മക്കളൊന്നും പറയത്തില്ല, നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, എന്തായാലും മോള് വരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് കുറച്ച് നൈറ്റൊക്കെ ആവുന്നുണ്ട്. ആ സമയത്ത് പോലീസുകാർക്കുണ്ടെങ്കിൽ മനസ്സിലാവുന്ന ഇതിൻ്റെ സീരിയസ്നെസ്. ഉടനെ തന്നെ ഗൗരിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അടുത്തുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും എല്ലായിടത്തേക്കും അയക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഗൗരിയെ പറ്റി പ്രത്യേകിച്ച് ഒരു വിവരമോ അങ്ങനെയൊന്നും കിട്ടിയൊന്നുമില്ല. ഉടനെ ഉണ്ടെങ്കിൽ ഈ അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ്റെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സിനെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടെങ്കിൽ തിരയാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അവർ പല സൈഡിൽ കൂടെ തിരയുന്നുണ്ട്, പക്ഷേ പ്രത്യേകിച്ച് ഒരു ഡീറ്റെയിൽസ് ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ പിറ്റേന്നാവുകയാണ് ഫെബ്രുവരി 4-ാം തീയതി. അവിടെ തന്നെ വലിയൊരു മാലിന്യമൊക്കെ കൊണ്ടുവരുന്ന വലിയൊരു ഏരിയ ഉണ്ട്. അവിടെ നിന്നുണ്ടെങ്കിൽ ഒരു കോൾ വരികയാണ്. അവിടെ ഉണ്ടെങ്കിൽ ഒരിടത്ത് പട്ടികളൊക്കെ ഭയങ്കരമായിട്ട് വന്ന് എന്തിനാ നോക്കി കഴിക്കാൻ നിൽക്കുന്ന കണക്കൊക്കെ നിൽക്കുന്നതെന്ന് പറഞ്ഞൊരു കോൾ വരികയാണ്. അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു ബോഡി അവിടെ കിടക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടു. അങ്ങനെ പോലീസ് നോക്കിയപ്പോൾ മനസ്സിലാവുന്നത് അത് ഗൗരിയുടെ ബോഡിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഉടനെ തന്നെ ഉണ്ടെങ്കിൽ പോലീസ് ഉണ്ടെങ്കിൽ വിവരം വിളിച്ച് ഗൗരിയുടെ അച്ഛനെയും അമ്മയും വിളിച്ച് പറയുന്നുണ്ട്. അവരിത് അറിഞ്ഞ് ഭയങ്കരമായിട്ട് കരയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ കേസ് ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വലിയൊരു സെൻസേഷനായിട്ടിരിക്കുകയാണ്. പക്ഷേ പോലീസിനുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു തെളിവുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ആ സമയത്താണ് ഇവരുടെ വീടിനടുത്തുള്ള ഒരുപാട് CCTV ഒക്കെ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് CCTV നോക്കിയപ്പോഴത്തേക്ക് ഒരു CCTVയിൽ നിന്ന് മാത്രം ഒരു ഇൻഫോർമേഷൻ കിട്ടുകയാണ്. ഈ പെൺകുട്ടി ഇതേ കണക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരെ പോയപ്പോഴത്തേക്ക് ഒരാളെ ബൈക്കിൽ കയറി പോകുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടു. ആ ബൈക്ക് എവിടെയൊക്കെ പോകുന്നുള്ള CCTV അങ്ങനെ ഫോളോ ചെയ്ത് ഒരു അടുത്തുള്ള ഒരു സ്ഥലത്ത് തന്നെ വന്ന് നിൽക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടു. അങ്ങനെ അവിടുത്തെ സ്ട്രീറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ബൈക്ക് കാണിച്ചിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് ചോദിക്കുന്നുണ്ട് ഇത് ആരാന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ CCTVയിലുണ്ട് ഇയാളുടെ മുഖമൊന്നും വ്യക്തമായിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ആ ഏരിയയിലുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോഴാണ് ഒരാളുടെ പേര് ആ നാട്ടുകാരെല്ലാം കൂടെ പറയുന്നത്. ആ നാട്ടുകാർ പറഞ്ഞ പേരെന്ന് പറഞ്ഞാൽ ഇമാഞ്ചു എന്ന് പറഞ്ഞാൽ ആളുടെ പേരെന്നാണ് പറഞ്ഞത്. സോ ഇമാഞ്ചുവിനെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ പോലീസ് പൊക്കുകയും അങ്ങനെ പോലീസ് ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ആ സമയത്താണ് ഇമാഞ്ചു കാര്യം പറയുന്നത്. ഈ ഗൗരിയുടെ ഫ്രണ്ട്സിൻ്റെ ഉണ്ടെങ്കിൽ ഒരു മ്യൂച്വൽ ഫ്രണ്ടാണ് ഈ ഇമാഞ്ചു എന്ന് പറയുന്നത്. ഇവനുണ്ടെങ്കിൽ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയിരുന്നു. സോ അതിലൂടെയാണ് അവർ പരിചയപ്പെടുന്നത്. അങ്ങനെ കുറച്ച് ബന്ധം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ റിലേഷനിൽ എത്തുകയും ചെയ്യുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ ഈ ഗൗരി എപ്പോഴും പറയുന്നുണ്ടായിരുന്നു, നീ പഠിത്തം നിൻ്റെ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവനെ കുറച്ചും കൂടെ പഠിപ്പിച്ച് അതിന് ശേഷം ഉണ്ടെങ്കിൽ BCom ചേർക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ BCom ഫസ്റ്റ് ഇയറിൽ തന്നെ ഉണ്ടെങ്കിൽ അവൻ ഒരറിയറും ഇല്ലാതെ അവൻ പാസ്സാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ അവന് ഭയങ്കരമായിട്ട് ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇവരുടെ കുടുംബം എന്ന് പറയുന്നത് അത്ര വലിയ കുടുംബമൊന്നുമില്ല. ഗൗരിയുടെ കുടുംബത്തെ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഗൗരിയുടെ കുടുംബത്തിലുള്ളവരെല്ലാം നല്ല കുറച്ച് പൈസ ഉള്ളവരാണ്. ഇവരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അത്ര വലിയ പൈസയൊന്നും ഇല്ലാത്തവർ തന്നെയാണ്. സോ ഇവളുണ്ടെങ്കിൽ അവനെ വിട്ട് പോകുമെന്നുള്ളൊരു പേടി അങ്ങനെ ഇരുന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഇവരുണ്ടെങ്കിൽ അതൊന്നും ഭയങ്കരമായിട്ട് വലിയ വിഷയമായിട്ടൊന്നും ഇല്ലായിരുന്നു. ഇവർ നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞ സമയത്താണ് ഫെബ്രുവരി 3, 2015 ഈ ഇമാഞ്ചുവിൻ്റെ വീട്ടിലുള്ള എല്ലാവരും അവരുടെ ഫാമിലിയുടെ വേറൊരു വീട്ടിലേക്ക് പോവുകയാണ്. സോ അതുണ്ടെങ്കിൽ മുംബൈയിലാണ്. സോ അങ്ങോട്ട് പോകാൻ നിന്നപ്പോഴത്തേക്ക് ഇമാഞ്ചു പറയുന്നുണ്ട് എനിക്കിവിടെ പഠിക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ വരാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പേരൻസിനുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്, പയ്യനുണ്ടെങ്കിൽ പഠിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് അവനെ വിട്ടിട്ട് പോവുകയാണ്. ആ സമയത്തുണ്ടെങ്കിൽ ഇമാഞ്ചു ഗൗരിയെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിലുള്ളത്, നീ അങ്ങോട്ട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഉണ്ടെങ്കിൽ ഗൗരി അവിടെ വരികയും ചെയ്യുന്നു. അങ്ങനെ അവർക്ക് വേണ്ടി ഉണ്ടെങ്കിൽ ഒരുപാട് ചോക്ലേറ്റും എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചു വെച്ച് അങ്ങനെ വൈകുന്നേരം വരെ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ 6 മണി ആയപ്പോഴത്തേക്ക് അവൾ പറയുന്നുണ്ട് ഞാൻ ഫ്രഷ് ആയിട്ട് നമുക്ക് ഇനി എന്നെ വീട്ടിൽ കൊണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടി കയറുന്നുണ്ട്. ആ സമയത്താണ് അവളുടെ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് വരുന്നത്. ഇതെടുത്ത് നോക്കിയപ്പോൾ അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അവൾ കുളിച്ചിട്ട് വെളിയിൽ വന്നപ്പോൾ വന്ന് ചോദിക്കുന്നു, നീ എന്തോ ഒരുപാട് ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കാണുന്നുണ്ടല്ലോ, നീ അവർക്ക് ഫോട്ടോയൊക്കെ അയച്ചിട്ടുണ്ട്, നീ എന്തോ എന്നെ പറ്റിക്കുകയാണെന്ന് ചോദിക്കുന്നുണ്ട്.
അപ്പോൾ ഗൗരി പറയുന്നുണ്ട് ഇല്ല ഞാൻ പറ്റിക്കൊന്നുമില്ല, ഞാൻ അത് സാധാ രീതിയിൽ ഫോട്ടോ അയച്ചേക്കുന്നത്, ഫ്രണ്ട്സിൽ ഇതൊക്കെ സാധാരണ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവനുണ്ടെങ്കിൽ അതൊന്നും കേൾക്കാൻ വേണ്ടി തയ്യാറല്ല. അവൻ പറയുന്നത് നീ എന്നെ പറ്റിക്കാൻ ശ്രമിക്കുമെന്ന്, അങ്ങനെ പറ്റിക്കാൻ ശ്രമിച്ചാൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവളത് സീരിയസ് ആയിട്ടൊന്നും എടുക്കാതെ സാധാ രീതിയിൽ തന്നെ പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല, നീയും അവരും തമ്മിൽ എനിക്ക് വ്യത്യാസം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഉടനെ തന്നെ ഉണ്ടെങ്കിൽ അവനിത് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഇവളിത് സാധാ രീതി എടുക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ ഉടനെ തന്നെ അവളെ കഴുത്തി പിടിച്ച് ഞെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ ബോധം കിട്ടി വീഴുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ നേരം അവളെ വിളിച്ചിട്ട് അവൾ അനക്കമൊന്നും ഇല്ലാതെ ഇരുന്നപ്പോൾ അവൻ വിചാരിച്ച് അവൾ മരിച്ചു പോയെന്ന് വിചാരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ആ സമയത്താണ് ഇതേ കണക്കുണ്ടെങ്കിൽ ഗൗരിയുടെ അച്ഛൻ വിളിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞ കണക്കുണ്ടെങ്കിൽ അവൻ പറയുന്നുണ്ട് ഞങ്ങൾ 1 മണിക്കൂറിനുള്ളിൽ വരികയും ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനുശേഷം എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ഇവ ഉടനെ തന്നെ അവൻ്റെ ഒരു കൂട്ടുകാരൻ അനുജ് എന്ന് പറഞ്ഞ ഒരുത്തന്നെ കൂട്ടി അടുത്തുള്ള ബാറിൽ പോയിരുന്ന് കുടിക്കുകയാണ്. അങ്ങനെ അവൻ്റെ അടുത്തുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇവർ തീരുമാനിക്കുന്നുണ്ട്. അവിടുത്തെ ഉള്ള ഒരു കടയിൽ നിന്ന് ഒരു കട്ടർ വാങ്ങിച്ചുകൊണ്ട് അവളെ കൈയും കാലിലും മുറിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉപേക്ഷിക്കുക എന്നുള്ള രീതിയിൽ അവർ തീരുമാനം എടുക്കുകയും അങ്ങനെ വന്ന് മുറിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടെങ്കിൽ അവരൊരു കാര്യത്തിൽ ശ്രദ്ധയപ്പെട്ടത് ഈ പെണ്ണിൻ്റെ ബോഡി ഇപ്പോഴും ചൂടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സാധാരണ രീതി ആൾക്കാർ മരിച്ചു കഴിഞ്ഞാലുണ്ടെങ്കിൽ കുറച്ച് കോൾഡായിട്ടായിരിക്കും ഇരിക്കുന്നത്, പക്ഷേ ഇതുണ്ടെങ്കിൽ ഇപ്പോഴും ചൂടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സോ അപ്പോഴത്തേക്ക് തൊട്ട് നോക്കിയപ്പോൾ ചെറുതായിട്ട് പൾസുള്ള രീതിയിൽ കാണുന്നുണ്ട്. സോ അനൂജ് പറഞ്ഞ് നമുക്ക് ഉടനെ തന്നെ ആശുപത്രി എത്തിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എവനുണ്ടെങ്കിൽ ഇമാൻജു പറഞ്ഞ് ഞാൻ ഓൾറെഡി അവളെ കാല് കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇനി ഇത് വിട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അതോടെ തന്നെ അവൾ മരിച്ചതാണ് നിനക്ക് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെ ഇവർ പിന്നെ ഇവളെ മുറിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മുറിച്ച് പാഴ്സലാക്കിയ സമയത്താണ് പിന്നെ ഇതേ കണക്ക് അച്ഛൻ്റെ കോൾ വരുന്നത്. ആ സമയത്താണ് അവൻ പറയുന്നത് ഞങ്ങൾ ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഉണ്ടെങ്കിൽ അവളുടെ ബോഡി എടുത്ത് അവിടുന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി ഡംപ് ചെയ്യാന്നുള്ള രീതിയിലൊരു പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കറങ്ങിയിട്ട് എവിടെ ഡംപ് ചെയ്യണമെന്നൊരു പ്ലാനും ഇല്ല. ആ സമയത്ത് അനുജ് പറയുന്നുണ്ട് നീ എന്നെ ഇതിൽ നിന്ന് വിട്ടിട്ട് ഞാൻ അറിയാതെ ഇതിൽ വന്ന് ചേർന്നതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇമാൻജു പറയുന്നുണ്ട് നമുക്കിത് എവിടെയെങ്കിലും കളഞ്ഞിട്ട് പോകാമെന്ന് പറയുന്നത്. അങ്ങനെ കറങ്ങിക്കുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് കൂട്ടത്തിൽ കൊണ്ടുപോയി ഇട്ടിട്ട് അവരവിടുന്ന് മുങ്ങിയതും. പിന്നെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ പോലീസ് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും വേണ്ട ശിക്ഷയെല്ലാം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ കേസിനെ പറ്റി നിങ്ങൾ എന്തെങ്കിലും വിചാരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. താങ്ക് യു.